കായംകുളം ഐക്യ ജംഗ്ഷൻ വാർഡിൽ സംസ്ഥാന സർക്കാരിന്റെയും ദേശീയ ഹെൽത്ത് മിഷന്റെയും സംയുക്ത സംരംഭമായി ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇസ്ലാമിക മതപരമായ പ്രാർത്ഥന നടത്തിയ സംഭവത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിനെതിരെ മുസ്ലിം ലീഗ് നടപടിയെടുത്തു. ലീഗ് മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയായ നവാസ് മുണ്ടകത്തിലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുവാൻ മേൽ കമ്മിറ്റിയോട് ശുപാർശ ചെയ്യുന്നതിന് ലീഗ് കായംകുളം നിയോജക മണ്ഡലം അടിയന്തര നേതൃയോഗം തീരുമാനിച്ചുവെന്ന് നേതാക്കൾ അറിയിച്ചു. കായംകുളം ഐക്യ ജംഗ്ഷൻ വാർഡിൽ സംസ്ഥാന സർക്കാരിന്റെയും ദേശീയ ഹെൽത്ത് മിഷന്റെയും സംയുക്ത സംരംഭമായി ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മതപരമായ പ്രാർത്ഥന നടത്തിയ സംഭവത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിനെതിരെ മുസ്ലിം ലീഗ് നടപടിയെടുത്തു. 43-ാം വാർഡ് കൗൺസിലറും മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി അംഗവുമായ നവാസ് മുണ്ടകത്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുവാൻ മേൽക്കമ്മിറ്റിയോട് ശുപാർശ ചെയ്യുന്നതിന് ലീഗ് കായംകുളം നിയോജക മണ്ഡലം അടിയന്തര നേതൃയോഗം തീരുമാനിച്ചുവെന്ന് നേതാക്കൾ അറിയിച്ചു. മുസ്ലിം ലീഗ് പാർട്ടി തുടർന്നു വരുന്ന ഉന്നതമായ മതേതര മൂല്യങ്ങളുടെ ലംഘനവും വിവേകരഹിതമായ നടപടിയുമായി പാർട്ടി വിലയിരുത്തുന്നു. ഈ സംഭവം പൊതുജന മധ്യത്തിൽ പാർട്ടിയെ ആക്ഷേപിക്കുന്നതിന് പാർട്ടിയുടെ ശത്രുക്കൾക്ക് അവസരം കൊടുത്തിട്ടുള്ളതാണ്. പ്രസ്തുത വിവേകരഹിതമായ നടപടിയെ പാർട്ടി ശക്തമായി ഈ സംഭവത്തിന് നേതൃത്വം നൽകിയ 43-ാം വാർഡ് കൗൺസിലറും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവുമായ ശ്രീ നവാസ് മുണ്ടകത്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിന് മേൽ കമ്മിറ്റിയോട് ശുപാർശ ചെയ്യുന്നതിനും ഇന്നലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസിൽ കൂടിയ നിയോജക മണ്ഡലം പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി BJPയും സംഘപരിവാറും മുസ്ലിം ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വളരെ പ്രചണ്ഡമായ ആരോപണങ്ങൾ കായംകുളത്ത് അഴിച്ചുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് പറയുവാനുള്ള യാതൊരു തരത്തിലുള്ള ധാർമ്മികമായ അവകാശവും BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ സംഘപരിവാർ അനുകൂലികളായ സന്യാസിമാരെ വിളിച്ചു വരുത്തി അവരുടെ കാർമ്മികത്വത്തിൽ മതപരമായ ആചാരപ്രകാരം ചടങ്ങുകൾ സംഘടിപ്പിച്ച് നമുക്ക് കണ്ടതാണ്. ഇത് പാർലമെൻറ്റിൽ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ അനേകം നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കാൻ കഴിയും. പക്ഷേ മുസ്ലിം ലീഗ് അതിൻ്റെ പാർട്ടി പ്രതിനിധി കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ തക്കവണ്ണമുള്ള ഒരു കാര്യങ്ങളും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മതേതരവാദികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഒക്കെ അറിയാവുന്ന സംഭവമാണ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന നൂറുകണക്കിന് പഞ്ചായത്തുകൾ മലബാറിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ അടക്കം. ഈ പഞ്ചായത്തുകളിലൊന്നും തന്നെ നാളിതുവരെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കയറി പ്രാർത്ഥന നടത്തി ഉദ്ഘാടനം ചെയ്തതായി ഇവർക്ക് തെളിയിക്കാൻ കഴിയില്ല. ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുസ്ലിം മതപണ്ഡിതന്മാരെ അകത്ത് കയറ്റി പ്രാർത്ഥന നടത്തിയ സംഭവം മുസ്ലിം ലീഗ് തുടരുന്ന ഉന്നതമായ മതേതര മൂല്യങ്ങളുടെ ലംഘനവും വിവേകരഹിതമായ നടപടിയുമാണെന്ന് യോഗം വിലയിരുത്തിയതായി നേതാക്കൾ പറഞ്ഞു. ഈ സംഭവം പൊതുജന മധ്യത്തിൽ ലീഗിനെ ആക്ഷേപിക്കുന്നതിന് പാർട്ടി ശത്രുക്കൾക്ക് അവസരം നൽകുന്ന രീതിയിലേക്ക് പോയി. അതേസമയം സംഭവത്തെ മുതലാക്കിയ BJPക്കെതിരെ മുസ്ലിം ലീഗ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കുവാൻ BJPക്ക് എന്ത് അർഹതയാണുള്ളതെന്ന് ലീഗ് നേതാക്കൾ ചോദിച്ചു. ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ സംഘപരിവാർ അനുകൂല സന്യാസിമാരുടെ കാർമ്മികത്വത്തിൽ മതപരമായ ആചാരപ്രകാരം ചടങ്ങുകൾ സംഘടിപ്പിച്ച സംഭവം ആരും മറന്നിട്ടില്ല. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടാകും. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി വരെ മുസ്ലിം ലീഗ് വഹിച്ചിട്ടുണ്ടെന്നും ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ മുസ്ലിം ലീഗ് അവസരമുണ്ടാക്കിയിട്ടില്ല എന്നും നേതാക്കൾ പറഞ്ഞു. ദൗർഭാഗ്യകരമായ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലും സംഘപരിവാർ അനുകൂല ചാനലുകളിലും മുസ്ലിം ലീഗിന്റെ മതേതര സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണെന്നും നേതാക്കൾ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് A. ഇർഷാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സിയാദ് വലിയ വീട്ടിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് H. ബഷീർകുട്ടി, OA ജബ്ബാർ, A. താഹ കുഞ്ഞ്, O. യൂസുഫ് കുഞ്ഞ് ആലുംപുട്ടിൽ, പ്രൊഫസർ ജലാലുദ്ദീൻ, ഹാമിദ്, UA റഷീദ്, TA. അബ്ദുൽ മജീദ്, സൈനുദ്ദീൻ കാട്ടിശ്ശേരിൽ, അബ്ദുൽ സലാം വൈക്കത്ത്, കളത്തിൽ അബ്ദുൽ ലത്തീഫ്, ഹംസക്കുട്ടി, അനീസ് വാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.